ഹായ് വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഡബ്ബയുടെ അടപ്പ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് അടപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പാൽപ്പൊടിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്തിൻ്റെ വേണമെങ്കിലും പ്ലാസ്റ്റിക് അടപ്പ് എടുക്കാം. എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് മാത്രം നമുക്ക് മതി. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു കത്തി വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുറിയും കൈയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആ മിഡിൽ ഭാഗം ഫുള്ള് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി മാറ്റുവാണ് കണ്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു റിങ് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിങ് കിട്ടുന്ന രീതിയിലുള്ള ഏത് അടപ്പുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സാറ്റൻ റിബണാണ്. സാറ്റൻ റിബൺ വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം ചുറ്റിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഗണ്ണ് നമ്മുടെ ഈ ഒരു റിബണിൽ തേക്കുന്നുണ്ട്. കുറച്ച് ആദ്യം തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് പിടിപ്പിക്കുക. പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റി എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഗ്ലൂ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യത്തെ കുറച്ച് നല്ലതായിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷമാണ് ഒട്ടിക്കുന്നത് കണ്ടോ. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് ഒട്ടിക്കോളും. ഹോട്ട് ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റാൻ. ചുറ്റുന്നതിൻ്റെ ഇടയിൽ ചുളിവുകൾ വീഴാൻ പാടില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് വിടവ് വരാതെ ടൈറ്റായിട്ട് ചേർത്ത് മുകളിലേക്കായിട്ട് ചുറ്റി കൊടുക്കണം കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചുറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ റിബൺ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള പിങ്ക് റിബൺ ആയതുകൊണ്ട് ഞാനിത് എടുത്തുവെന്നേ ഉള്ളൂ. നല്ല കളറൊക്കെ ഉള്ള റിബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ നന്നായിരിക്കും. പിന്നെ ഇതാ ചുറ്റുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലെ ഈ ഒരു റിങ്ങിലേക്ക് നമ്മുടെ ഗ്ലൂ തേച്ചതിന് ശേഷം പതിയെ ഒട്ടിച്ചാൽ മതി. റിബണിൻ്റെ വേറെ ഭാഗങ്ങളിലൊന്നും ഗ്ലൂ ആകരുത്. അങ്ങനെ പറ്റിയാലും ഇത് പോകില്ല, വൃത്തികേടായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ചുറ്റാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ഫുള്ള് അങ്ങോട്ട് ചുറ്റി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ അങ്ങ് എല്ലാ ഭാഗവും ചുറ്റിയെടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയൊന്നും വെക്കണ്ട, എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും ഹോട്ട് ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചെറിയ ഡിസൈൻസ് കൊടുക്കാം. ചെറിയ ഡിസൈൻസ് അല്ല, ചെറിയ ഡെക്കറേഷൻസ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും സാറ്റൻ റിബണിൽ ഉണ്ടാക്കിയെടുത്ത ഫ്ലവേഴ്സാണ്, റോസ് ഫ്ലവർ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. എന്നിട്ടും ഒരുപാട് പേര് കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ ഹോട്ട് ഗ്ലൂ ഗൺ തേച്ച ശേഷം ഈ ഒരു റോസ് ഫ്ലവേഴ്സ് ഇതിൽ പിടിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് വലിയ ഫ്ലവറാണ് ഞാനൊരു മിഡിൽ ഭാഗത്ത് പിടിപ്പിച്ചത്. അപ്പോൾ ചെറുതായിട്ടുള്ളത് നമുക്ക് സൈഡിലേക്ക് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫുള്ള് പിടിപ്പിക്കാം കേട്ടോ റിബൺ ഫ്ലവർ. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 3-4 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് പിടിപ്പിക്കുന്നില്ല, ഒരു 4 മാത്രം ഇങ്ങനെ പിടിപ്പിക്കുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ റെഡ് ഫ്ലവർ, ഇതും മുമ്പ് ഇരുന്നതാണ്. അതും റിബണിൽ ഉണ്ടാക്കിയതാണ്. കുറച്ചുകൂടെ ചെറിയ സാറ്റൻ റിബണിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് സൈഡിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ബോ ഉണ്ടാക്കുന്നതും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഡബിൾ ബോയും സിംഗിൾ ബോയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും മിക്കുള്ളവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ബോ ഉണ്ടാക്കിയതിന് ശേഷം മുകളിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഡോർ ഡെക്കറേഷൻ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഡോറിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവരിലോ എവിടെ വേണമെങ്കിലും തൂക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത്. അപ്പം വളരെ സിമ്പിളായിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.